ബ്ലോഗുമൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സ്ലാഷ് അബൌട്ട് ഇപ്പോൾ പോയിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക്കലി 4 എറർ വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ബ്ലോഗ്സിന് വേണ്ടിയിട്ട് നമ്മളെ ബ്ലോഗ്സ് ലിസ്റ്റ് നമുക്ക് ഇതിൻ്റെ അടിയിൽ മറ്റേതിലെന്ത് ചെയ്യുന്നത്, ഇവിടെ അടിയിൽ ബ്ലോഗ്സ് ലിസ്റ്റ് ചെയ്തിരിക്കല്ലേ. ഓക്കെ, അതേമാതിരി ഇവിടെ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഇതിലത്തെ കോഡ് എടുക്കുകയാണ്, ഞാനെൻ്റെ സമയം കളയണ്ടല്ലോ. ഓക്കെ, ഇതാണ് ഫെച്ച്. ഇപ്പോൾ ഈ സംഭവം ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് കരുതിക്കോളെ. ഇതല്ലത് ഈസ് ലോഡിങ് ഇതന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. അതുകൊണ്ട് റിയാക്റ്റ് ആണല്ലോ. പിന്നെ ഈസ് ലോഡിങ്ങിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ അങ്ങോട്ട് പറ്റേ ഒക്കെ റിയാക്റ്റ് ആണ്, അതൊക്കെ സെയിമാണ്. യൂസ് സ്റ്റേറ്റ് ഇമ്പോർട്ട് ചെയ്യുക. യൂസ് ബ്ലോഗിന് ബ്ലോഗ് അപ്പുറത്തോട്ട് ഉണ്ടാക്കി വെച്ച് നമ്മൾ. അപ്പോൾ ഈ ബ്ലോഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് നമ്മൾ സാധാരണ എല്ലാത്തിലും നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഈ ഡാറ്റ ടൈപ്സൊക്കെ ബ്ലോഗ് ഇപ്പോൾ പോയാൽ ഇതിലുണ്ടാക്കിയണതല്ലേ. ഈ ഡാറ്റ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യുക അറിയോ, ഇവിടെ ആപ്പിൻ്റെ പുറത്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ടൈപ്സ് പറഞ്ഞിട്ട്. ടൈപ്സ് നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ടൈപ്സ് പറഞ്ഞ ഫോൾഡർ ഉണ്ടാവും. അപ്പോൾ ഓരോ ടൈപ്പിനൊരു TS ഫയൽ ഉണ്ടാവും, അതിൽ ടൈപ്പ് ഉണ്ടാവും. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യണം, എനിക്കറിയില്ല. എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നോക്കാം. ഓക്കെ, ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് അപ്പോൾ ടൈപ്പിൻ്റെ എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ടൈപ്പ് സ്ക്രിപ്റ്റ്. ഓക്കെ, എനിവേയ്സ് ഇനി യൂസ് എഫക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് ഈ ടൈപ്പ് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് കേട്ടോ, വേറൊരു ഫോൾഡറിൽ. ഓക്കെ, കാരണം ഇനി വേറൊരു ഫയലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും ബ്ലോഗ് തന്നെ. ഡീറ്റെയിൽ പേജിലാണെങ്കിലും ഈ സെയിം ബ്ലോഗിൻ്റെ ഡാറ്റ ടൈപ്പ് തന്നെ യൂസ് ചെയ്യുക, അതായത് ഇൻ്റർഫേസ്. ഓക്കെ, ഇനി ഇത് വർക്ക് ചെയ്യേണ്ടി നോക്കാം. ലൈക്ക് എന്താ പ്രശ്നം, യൂസ് സ്റ്റേറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ക്ലൈൻ്റ് ആക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഞാനിതും യൂസ് ക്ലൈൻ്റ് ആക്കുകയാണ്. ഓക്കെ, യൂസ് ക്ലൈൻ്റ് ആക്കുക. അതായത് ഞാൻ ഡിഫോൾട്ടായിട്ട് പറഞ്ഞു ഒക്കെ സെർവർ സൈഡ് കമ്പോണൻസ് ആണെന്നുള്ളത്. അപ്പോൾ ഈ സെർവർ സൈഡ് കമ്പോണൻസ് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെർവർ സൈഡ് കമ്പോണൻസിൽ എന്തുണ്ടാവും, ആ ഫുൾ HTML ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പേജ് സോഴ്സിൽ ഫുൾ HTMLൻ്റെ കണ്ടൻറ്റുകൾ ഫുള്ള് ഉണ്ടാവും. സെർവർ സൈഡ് ആകുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെർവറിൽ നിന്ന് തന്നെ HTML ഫുള്ള് ഡാറ്റ ബിൽഡ് ചെയ്തിട്ട് HTML ആയിട്ടേക്കാരും വരിക. സെർവറിൽ നിന്ന് തന്നെ HTML ആയിട്ടേക്കാരും വരിക. അപ്പോൾ ആ HTMLിലുള്ള കണ്ടൻറ്റ് ഫുള്ള് ഓൾറെഡി ഉണ്ടാവും. പക്ഷേ ക്ലയൻറ്റ് സൈഡ് ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്ലയൻറ്റ് സൈഡിൽ HTML ഉണ്ടാവില്ല. ക്ലയൻറ്റ് സൈഡിൽ ആ ഡിവ് മാത്രം ഉണ്ടാവും. പിന്നെ ആ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് അവിടുന്ന് ക്ലയൻറ്റ് സൈഡിൽ നിന്നാണ് ഡാറ്റ ലോഡ് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യണത് എന്താ, എല്ലാ പേജും ഇങ്ങനെ യൂസ് ക്ലയൻറ്റ് ആക്കി കൊടുത്താൽ പിന്നെ Next.js യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. യൂസ് ക്ലയൻറ്റ് നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതായത് ക്ലയൻറ്റ് സൈഡ്, അതായത് ഇൻ്ററാക്ടിവിറ്റികൾ ഉണ്ടാകുമ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അതേപോലെ മൊഡാല് പൊന്തുക, ഈവൻറ്റ് യൂസർ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, അതായത് യൂസറിൻ്റെ ഈവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ യൂസ് ക്ലയൻറ്റ് യൂസ് ചെയ്യുക. കാരണം സെർവർ സൈഡിൽ നമുക്ക് ഈവൻറ്റ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇതാണിപ്പോൾ നമ്മൾ ക്ലയൻറ്റ് സൈഡ്, സെർവർ വേറെ, ബാക്ക്-എൻഡ് അവിടെ കിടക്കട്ടെ. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ വെബ്സൈറ്റിൽ ഇവിടെ തൊടുകയാണ്, ഇവിടെ അങ്ങനെ തൊട്ട് ഇങ്ങനെ വലിക്കുകയാണ്. ഈ സംഭവം സെർവർ സൈഡിൽ നിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അത് യൂസറിൻ്റെ അടുത്തേക്ക് ആ വെബ്സൈറ്റ് എത്തി യൂസർ എന്നിട്ട് ഇവിടെ നിന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, സാധനം വന്നിട്ട് ചെയ്യുന്നത്. അത് നേരത്തെ നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പേജുകളൊക്കെ നമ്മൾ യൂസ് ക്ലയൻറ്റ് ആക്കും. അതൊക്കെ നമുക്ക് വയ്യ മനസ്സിലാവും കേട്ടോ. നമ്മൾ 2-3 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ ഉപകാരം എന്താ മനസ്സിലാകുമ്പോൾ തന്നെ കുറേ മനസ്സിലാവും. അപ്പോൾ നമ്മളിനി വരുന്നുള്ളൂ, അങ്ങോട്ട് എത്തണുള്ളൂ. ഓക്കെ, അപ്പോൾ അത് യൂസ് ക്ലയൻറ്റ് ആക്കിയിട്ട് ഞാൻ ഇതിലോട്ട് പോകട്ടെ, ഈ പേജിലോട്ട് പോയി നോക്കാം. ലോഡിങ് വരാൻ കാരണം നമ്മൾ ഇത് റണ്ണിങ് അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ജേസൺ സെർവർ റൺ ചെയ്യുക. ജേസൺ സെർവർ -db.json -watch -delay 2000. അതേപോലെ പോർട്ട് മാറ്റണം. ഞാൻ മാറ്റണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി 3000-ലാണ് നമ്മളിത് കിടക്കുന്നത്, എന്ത് Next.js എടുക്കണം. അപ്പോൾ അതിന് 3001 ഇടാം. ഓക്കെ, 3001 റിഫ്രഷ് കണ്ടോ, ഡാറ്റ വന്നു. ഓക്കെ, 3001 ഇപ്പോൾ സെയിം സാധനം. റിയാക്റ്റ് ആണല്ലോ, രണ്ടിലും വർക്ക് ചെയ്യും.
ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ പറയുക, പക്ക റിയാക്റ്റാണ്. നെക്സ്റ്റ് കേസിൽ പക്ക റിയാക്ട് ചെയ്തിക്കുക. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല. ഇനി നമുക്ക് നോക്കാം, ഇതിൻ്റെ പേജ് സോഴ്സ് നോക്കി നോക്കാം. നെക്സ്റ്റ് കേസ് യൂസ് ചെയ്തണമല്ലോ, അപ്പോൾ ഈ പേജ് സോഴ്സിലുള്ള കണ്ടൻറ്റ് ഉണ്ട് നോക്കാം. ഇൻസ്പെക്റ്റ്, അല്ല ഇൻസ്പെക്റ്റില്ല, പേജ് സോഴ്സ്. ഇൻസ്പെക്റ്റിൽ എന്തായാലും വരും, എലമെൻറ്റിൽ എന്തായാലും വരും ഡാറ്റ. ഇതാണ് ഇതിൻ്റെ പേജ് സോഴ്സ്. ഇതിൽ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ആ കണ്ടൻറ്റ് ഉണ്ട് നോക്കാം. കണ്ടൻറ്റിൻ്റെ ഒരു വരുന്ന ഫ്ലട്ടർ എന്നുണ്ട്. ഫ്ലട്ടർ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇതിൽ ഫ്ലട്ടർ ഇല്ല, അത് പോട്ടെ. ഇത് ബ്ലോഗ് വെബ് ഉണ്ടോ നമുക്ക്? അതൊരു സ്റ്റാറ്റിക് സാധനമാണല്ലോ ബ്ലോഗ് വെബ്. അത് ഇവിടെ ഉണ്ട്, ബ്ലോഗ് വെബ്. ഈ സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. ബ്ലോഗ് വെബ് ഇവിടെ ഉണ്ട്. കാരണം മറ്റേതില്ലേനു, ഇതിലല്ലോ. ഇതിൻ്റെ പേജ് സോഴ്സ് പോയി നോക്കി കഴിഞ്ഞാലുണ്ടോ, റിയാക്റ്റിൻ്റെ ഉള്ളിൽ പേജ് സോഴ്സ് പേജ് സോഴ്സ് അതിൽ ബ്ലോഗ് വെബ് ഒന്നുമില്ല, ഒരു തേങ്ങയില്ല. പക്ഷേ ഇതിൽ ബ്ലോഗ് വെബ് എന്നെങ്കിലും വന്നിട്ടുണ്ട്, വലിയ മാറ്റം വന്നിക്കണം. ഇത് നമ്മളെ സ്പാനിലുള്ള സെയിം ബ്ലോഗ് വെബ് തന്നെയല്ല ആണേ, അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാറ്റം വന്നിക്കണം, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഇതിൽ ഫ്ലട്ടർ വന്നിട്ടില്ല. പക്ഷേ ഫ്ലട്ടർ വരാതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആപ്പിൽ നിന്ന് എടുക്കുന്ന സാധനമാണ്. ഇത് നമുക്ക് നേരത്തെ കാലത്ത് എങ്ങനെ കിട്ടുക? നേരത്തെ കാലത്ത് കിട്ടിയാലേ നമുക്കത് നമ്മളെ HTML ഉള്ളിൽ ഫില്ലാക്കിയാണ്ട് അവിടെ അയക്കാൻ പറ്റുള്ളൂ. ഇത് ആപ്പിൽ നിന്ന് വരുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമുക്കിത് നേരത്തെ കാലത്ത് ഫെച്ച് ചെയ്തിട്ട്, അതായത് ഫ്രണ്ട് എൻഡിലോട്ട് HTML അയക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ആപ്പിൽ നിന്ന് ഈ ഡാറ്റ എടുത്തിട്ട് ആ HTML ഉള്ളിൽ ഫില്ല് ചെയ്തൊക്കെ പറ്റില്ല. പക്ഷേ നെക്സ്റ്റ് സ്റ്റേജിൽ പറ്റും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ യൂസ് ക്ലൈൻ്റ് ആണ്. യൂസ് ക്ലൈൻ്റ് ആയതുകൊണ്ടാണ്, യൂസ് ക്ലൈൻ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലൈൻറ്റ് സെൻറ്ററിലേ റെൻഡർ ചെയ്യുള്ളൂ. നമുക്കിത് സെർവർ സൈഡ് കമ്പോണൻ്റ് ആക്കണം. അതായത് സെർവറിൽ നിന്ന് ഇത് വെച്ച് ചെയ്യണം. അതാണ് നമ്മുടെ ആവശ്യം. ഞാൻ യൂസ് ക്ലൈൻ്റ് ഒഴിവാക്കി, ഈ സംഭവം ഒന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോഡിങ് ഉണ്ടോ, യൂസ് സ്റ്റേറ്റ് ഒന്നും ഫ്രണ്ട് എൻഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. സെർവർ സൈഡ് കമ്പോണൻറ്റിൽ യൂസ് സ്റ്റേറ്റും യൂസ് എഫക്റ്റ് ഹുക്കുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഹുക്സ് എന്നൊക്കെ പറയുന്നത് ഫ്രണ്ട് എൻഡ് സൈഡിൽ ക്ലയൻറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, അങ്ങനെ പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് സെർവർ സൈഡ് കമ്പോണൻറ്റിൽ. ഇത് നമുക്ക് സെർവർ സൈഡ് കമ്പോണൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കളഞ്ഞു. ഈ ലോഡിങ്ങിൻ്റെ ഈ സംഭവം അത് കളഞ്ഞ് ഇത്ര മതി. ബ്ലോഗിൻ്റെ ഈ സംഭവം മാത്രം മതി. ഈ ലോഡിങ് ഒന്നും വേണ്ട. ബ്ലോഗ്സ്, ഇനി ബ്ലോഗ്സ് നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് സെർവർ സൈഡിൽ തന്നെ ആപ്പിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് ഡാറ്റ എടുത്തിട്ട് ആ ഡാറ്റയൊക്കെ HTML ഇട്ടിട്ട് ആ ഫുൾ ഡാറ്റയൊക്കെയുള്ള HTML സെർവറിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി, ക്ലയൻറ്റിലേക്ക് വന്നാൽ മതി എന്ന് പറയണം. അങ്ങനെയാണ് നമുക്ക് ആവശ്യം. അതായത് HTML വരുമ്പോൾ ഈ HTML ആ ആപ്പിലുള്ള ഡാറ്റയൊക്കെ ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ആവശ്യം. അങ്ങനെ HTML ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗൂഗിളിന് ആ ഡാറ്റ കിട്ടുള്ളൂ. ഗൂഗിളിന് ഡാറ്റ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ വെബ്സൈറ്റ് SEO ഇങ്ങനെ ബന്ധി വരുള്ളൂ. ഗൂഗിളിൽ കാണാൻ പറ്റുള്ളൂ, സാധനം ഗൂഗിളിൽ വരുള്ളൂ. കാരണം കണ്ടൻറ്റ് വെച്ചിട്ടാണല്ലോ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആപ്പിൽ നിന്ന് ഡാറ്റ എടുക്കുന്ന ഒരു പേജാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനാദ്യം സിങ്ക് ആക്കും. പണ്ട് വേറെ കുറേ മെത്തേഡ് ആയിരുന്നു, ഇപ്പോൾ ലേറ്റസ്റ്റ് മെത്തേഡ് ഇതാണ്. എന്നിട്ട് കോൺസ്റ്റ് ബ്ലോഗ്സ് നമ്മൾ കൊടുത്തിട്ട് ഞാൻ ബ്ലോഗ്സിൻ്റെ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് എന്നിട്ട് ഫെച്ച് ചെയ്യും ലോക്കൽ ഹോസ്റ്റ് 3001 /blogs. ഓക്കെ, എന്നിട്ട് ഫെച്ച് ചെയ്ത ശേഷം ഇത് എത്ര ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എത്ര ഉള്ളൂ. ഫെച്ച് ചെയ്യും, അസിങ്ക് ആക്കുന്നു. ഇവിടെ ഈ ഫെച്ച് വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ബ്ലോഗ്സ് എടുക്കുന്നു. എന്നിട്ട് അത് അപ്പം തന്നെ ജെയ്സൺ ആക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഇതല്ലേ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് 3000 റീഫ്രഷ് അടിച്ച്. ഞാൻ എന്ത് പേജ് സോഴ്സ് ഒന്നും നോക്കാം. സാധനം അവിടെ വന്നു, ലോഡിംഗ് ഒന്നും പിന്നെ കാണാമല്ലോ. ഇപ്പോൾ ലോഡിംഗ് ഒന്നും കാണാനില്ല. എന്താ ഭയങ്കര സ്പീഡായോ? സാധാരണ ഇതിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ കോഡ് ഇവിടെ ഉണ്ടാവും എന്ന് കരുതുന്നു. അവിടെ ഉണ്ട്. പക്ഷെ ഇതിൽ 3000 അല്ല, 3000 ഇതിന് 3001 ആക്കട്ടെ. ഓക്കെ, ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ലോഡിങ് സാധനം വന്നു വരും 2 സെക്കൻഡ്. ഞാൻ ഡിലേ നമ്മൾ 2 സെക്കൻഡ് കൊടുത്തത്. ഇതിലിപ്പോൾ നോക്കിയാണ് 2 സെക്കൻഡ് ഡിലേ ഒന്നുമല്ല, സാധനം ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ 2 സെക്കൻഡ് ഡിലേ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവര് നെക്സ്റ്റ് കേസിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം ഒരു ഫെച്ച് ചെയ്യും, പിന്നെ അത് ക്യാഷ് ചെയ്യും, പിന്നെ ഒരു ഡാറ്റ ക്യാഷ് ചെയ്യും. അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എടുത്ത് വെച്ചു.
പിന്നെ അവർ വീണ്ടും നെറ്റിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യില്ല, ഓരോരുത്തർ തെച്ച സാധനം അങ്ങനെ എടുത്ത് നമുക്ക് തരിക. അതിനാണ് ക്യാഷിങ് അറിയാം. ഓക്കെ, നമുക്ക് പേജ് സോഴ്സ് പോയി നോക്കാം. ലൈൻ റാപ്പ് ഇതിലും ഇങ്ങനെ അതൊക്കെയാണ്. പക്ഷേ നമുക്ക് നമ്മളെ ഫ്ലട്ടർ ഉണ്ടോയെന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഫ്ലട്ടറും ചങ്ങന്മാരൊക്കെ ഇപ്പോൾ പേജ് സോഴ്സിൽ വന്നതാണ്. അപ്പോൾ ഗൂഗിളിന് ഈ കണ്ടൻറ്റ് മതി. കണ്ടൻറ്റ് എവിടെയെങ്കിലും ഉണ്ടായാൽ മതി ഗൂഗിളിന്. കണ്ടോ, റിയാക്റ്റീവ്സ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി, അപ്പം ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ വന്നിരിക്കണം. അപ്പോൾ ഗൂഗിളിന് കണ്ടൻറ്റ് ഇവിടെ ഉണ്ടായാൽ മതി. ഓക്കെ, സാധനം ഇവിടെ ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് SEO നമ്മളെ വെബ്സൈറ്റ് മേൽക്കാനൊക്കെ ഇപ്പോൾ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റിൻ്റെ മാതിരി ആയില്ലേ. ഓക്കെ, നമ്മൾ റിയാക്ട് വെച്ചിട്ട് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഉണ്ടാക്കിയ മാതിരി ആയില്ലേ. കണ്ടൻറ്റ് ഇവിടെ ഓൾറെഡി വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ്.jsൻ്റെ മെയിൻ ലക്ഷ്യം. സെർവർ സൈഡ് കമ്പോണൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പേജ് സോഴ്സിനുള്ളിൽ തന്നെ നമ്മളെ കമ്പോണൻസിൻ്റെ ഡാറ്റകളൊക്കെ വരും. ഡാറ്റ വരുമ്പോൾ നമുക്കത് വെബ്സൈറ്റായിട്ട് ബിൽഡ് ചെയ്തിട്ട് നമ്മൾ അത് നമുക്ക് ഗൂഗിളിൽ റാങ്കിങ് വരാനൊക്കെ ഹെൽപ്പാവും. നിങ്ങൾക്ക് ഇത് നോക്കി കാണാൻ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ സെർവർ സൈഡിൽ ക്യാഷ് ചെയ്ത് കാണാം. അതുകൊണ്ടാണ് ഇപ്പോൾ ലോഡിംഗ് ഒന്നും വരാത്തത്. ഇനിയിപ്പോൾ ഞാൻ DB.json ഫ്ലട്ടർ എന്നുള്ള ഈ പേര് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ മാറ്റിയാണ്. ദ അൾട്ടിമേറ്റ് ഫ്ലട്ടർ എന്നാക്കണം, അൾട്ടിമേറ്റ് ഫ്ലട്ടർ. ഓക്കെ, റീഫ്രഷ് ചെയ്യുമ്പോൾ അതൊന്നും അപ്ഡേറ്റ് ആവണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരായിട്ട് റിക്വസ്റ്റ് ചെയ്ത് പിന്നെ അത് ക്യാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ക്യാഷ് ചെയ്ത് വെച്ചതിൽ പുതിയ അപ്ഡേറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഡാറ്റാബേസിൽ മാറിയിരിക്കണ്. അപ്പോൾ ഇപ്പോഴത് പറഞ്ഞാൽ അറിയണില്ല അപ്ഡേറ്റ് ആയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ്.jsനോട് പറയാം എന്ത് ഇതൊന്ന് റീവാലിഡേറ്റ് ചെയ്യാൻ. ഇത് റിയാക്റ്റ്. നെക്സ്റ്റ്.jsനോട് പറയാം ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യേ പുതിയ എന്തെങ്കിലുമൊക്കെ വന്നുകണമെന്ന്. അതായത് റീവാലിഡേറ്റ് എന്ന് തന്നെ തോന്നുന്നു. ഓക്കെ, റീവാലിഡേറ്റ് ഒരു 5 സെക്കൻഡ് കൂടുമ്പോൾ ഇങ്ങനെ റീവാലിഡേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ. ഓക്കെ, നോക്കാം. ഇത് ഫ്ലട്ടർ 5 സെക്കൻഡ് ആവട്ടെ. ഓക്കെ, റീവാലിഡേറ്റിൻ്റെ തന്നെ നോക്കട്ടെ. നെക്സ്റ്റിൻ്റെ ഇതിൽ പോയി നോക്കിയാൽ മതി. ക്യാഷിങ് ആണല്ലോ, അപ്പോൾ അതിനങ്ങനെ പോയി നോക്കിയേ. റീവാലിഡേറ്റ് ഇതന്നല്ലേ സ്പെല്ലിങ് കുറച്ച്. എക്സ്പോർട്ട് കോൺസ്റ്റ് കൊടുക്കണം. പിന്നെന്താ കൊടുത്ത് എക്സ്പോർട്ടില്ല, എക്സ്പോർട്ട് കോൺസ്റ്റ് റീവാലിഡേറ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ 5 സെക്കൻഡ് ആയില്ലേ. ലോഡിങ് ആവുന്നുണ്ട്. മാറണല്ലേ. ഐ തിങ്ക് ഞാൻ മാറ്റിയത് റിയാക്റ്റിൻ്റെ ഇതിലല്ല മാറ്റിയത്. ആദ്യം മാറ്റിയിട്ടില്ല, നെക്സ്റ്റിൻ്റെ ഇതിലല്ല മാറ്റിക്കണത്. ദ അൾട്ടിമേറ്റ് ഫ്ലട്ടർ ഇതിൽ മറ്റേ റിയാക്ട് ലൈന് മാറിയത്. ഓക്കെ, ഇനി റീഫ്രഷ് അടിക്കുക. ഇപ്പോൾ മാറിയില്ല, അത് അൾട്ടിമേറ്റ് ഫ്ലട്ടർ വന്നു. കണ്ടോ, റീവാലിഡേറ്റ് ആയി. ഓക്കെ, റീവാലിഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻ്റർവെൽ ചെയ്യുമ്പോൾ പുതിയ ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ പോലെ അത് ഫെച്ച് ചെയ്തിട്ട് പുതിയ HTML ഉണ്ടാക്കും. പുതിയ ഡാറ്റ വെച്ചിട്ടുള്ള പുതിയ HTML ഉണ്ടാക്കി വെക്കും. അതൊക്കെ അവിടെ പോലെ ചെയ്തോളൂ. അപ്പോൾ ഞാനിതൊരു 10 സെക്കൻഡ് കൊടുക്കുകയാണ്. 10 സെക്കൻഡ് കൊടുക്കുകയാണ് റീവാലിഡേറ്റിന്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ അൾട്ടിമേറ്റ് ഫ്ലട്ടർ എന്നുണ്ടല്ലോ അത് ജസ്റ്റ് മാറ്റിയിട്ട് ഉണ്ടോ ഞാൻ റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്ത് 10 സെക്കൻഡ് ആവണം. മാറി 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ റീവാലിഡേറ്റ് ചെയ്ത് പുതിയ ഡാറ്റ വന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ്.jsനോട് പറയാം എന്ത് ഇത് ക്യാഷിങ് ഒന്നും ചെയ്യണ്ട ഈ സംഭവം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ റീവാലിഡേറ്റ് കൊടുക്കാം കേട്ടോ. വേറെ കാര്യം, ക്യാഷ് നോ സ്റ്റോർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചങ്ങായി ഒരിക്കലും ക്യാഷ് ചെയ്യില്ല. ഓരോ തവണ നെറ്റിൽ നിന്ന് ഡാറ്റ എടുക്കും. കണ്ട 2 സെക്കൻഡ് ഡിലേ വരുന്നുണ്ട് ഓരോ തവണ. നമ്മൾ ഡിലേ 2 സെക്കൻഡ് കൊടുത്തിരുന്നത് സെർവറിന് മിമിക്കിങ് ആയിട്ട് നമ്മൾ മിമിക് ചെയ്യാണ് ഡിലേ. ഓരോ തവണ ലോഡ് ചെയ്യുന്നുണ്ട് 2 സെക്കൻഡ്. ഇത് ഞാൻ പുതിയൊരു ടാബിൽ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കാണാം 2 സെക്കൻഡിൻ്റെ സാധനം വരുള്ളൂ. കണ്ടോ, അപ്പോൾ നോ സ്റ്റോറിന് ഞാൻ ക്യാഷിങ്ങും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഈ ലോഡിങ്ങിൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും കാണിക്കണ്ടേ, അതൊരു രസമല്ലേ.
അപ്പോൾ ഇങ്ങനെ യൂസർ കുറേ നേരം ഇപ്പോൾ 3 സെക്കൻഡൊക്കെ ഇടയിൽ കൊടുത്ത് 5 സെക്കൻഡൊക്കെ ഇടയിൽ കൊടുത്തിട്ട് 5 സെക്കൻഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കില്ല. യൂസർ എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഇതിൽ. പക്ഷേ ഇവിടെ നമുക്ക് ലോഡിങ് കാണിക്കണ യൂസ് സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്താൽ സെർവർ സൈഡ് കമ്പോണൻ്റ് ആവില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ തന്നെ ലോഡിങ് എന്നിട്ടൊരു ഫയൽ ഇടാൻ പറ്റും. ലോഡിങ് .jsx അല്ല .dsx എന്നിട്ട് rfc ലോഡിങ് ബ്ലോക്സ് ഇതിങ്ങനെ കൊടുത്തു. ഇനി ഉണ്ടോ ലോഡിങ് ബ്ലോക്സ് 2 സെക്കൻഡ്. അതാ ലോഡിങ് ബ്ലോക്സ് 2 സെക്കൻഡ്. ലോഡിങ് ബ്ലോക്സ് അതായത് ഈ പേജിൻ്റെ ലോഡിങ് സ്റ്റേറ്റ് ആണിത്. അതായത് ഈ പേജ് ലോഡിങ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ എഴുതുന്നുണ്ട്. ഇതിൽ നമുക്ക് സ്കെൽറ്റണൊക്കെ കൊടുക്കാം, ലോഡിങ് സ്കെൽറ്റൺ കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്കെൽറ്റൺ അങ്ങനെ വന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഫെച്ചിൻ്റെ ഒരു ബേസിക്സ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് ഡീറ്റെയിൽ പേജ് പോകുന്ന ഒരു സംഭവം ഉണ്ട്. അവിടെ കഴിഞ്ഞാൽ ബേസിക്സ് കഴിഞ്ഞു, പിന്നെ കുറച്ചിങ്ങനെ സെറ്റ് ചെയ്ത് പോവാം. പിന്നെ